എവരി വൺ, വെൽക്കം ടു മാർക്കറ്റ് സ്ട്രക്ചർ ബൈ PK. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളൊരു റെക്കോർഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് ട്രേഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു, വാറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് നല്ല നല്ല സെറ്റപ്സ് കിട്ടാൻ തുടങ്ങി. സോ ഇന്ന് JK സിമെൻസിൻ്റെ ഒരു ട്രേഡ് സ്പോട്ട് ചെയ്തതും എങ്ങനെയാണ് എൻട്രി എടുത്തതെന്നോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ JK സിമെൻസിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാവേ. ഇത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു സപ്പോർട്ടിലാണ്. അതായത് മന്ത്ലി ക്യാൻഡിൽസിൻ്റെ മേലെ സപ്പോർട്ട് എടുത്തിട്ട് ഒരു മന്ത്ലി പിവേർട്ടിന് ബ്രേക്ക് ചെയ്യാണ്. മന്ത്ലി പിവേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് അത് നിൽക്കുന്നത്. സോ ആ ടൈമിലാണ് ഞാൻ ഈ ട്രേഡ് സ്പോട്ട് ചെയ്തത്. ഇനി നമുക്ക് വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ 2 ട്രെൻഡ് ലൈൻ കാണാം അല്ലേ. ഈ 2 ട്രെൻഡ് ലൈനും ഡെയിലിയിൽ ഭയങ്കര ഭംഗിയുള്ളൊരു ബേസ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് സ്മോളർ ടൈം ഫ്രെയിമിൽ പോയി നോക്കിയാൽ ഒരു റീടെസ്റ്റ് കാണാൻ കഴിയും. 15 മിനിറ്റ്സോ അവർലി എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ പ്രൈസ് ആ ബേസ് ഫോർമേഷനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഫസ്റ്റ് ട്രെൻഡ് ലൈനിലോട്ട് വന്ന് നമുക്ക് റീടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. റീടെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ആ ട്രെൻഡ് ലൈനിൽ ഒന്നും കൂടെ ടച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ ടൈമിലാണ് നമ്മൾ എൻട്രി എടുക്കാറ്. 15 മിനിറ്റ്സോ അല്ലെങ്കിൽ അവർലിയിലാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. ഡെയിലിയിൽ ബേസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവണം. ഒരു ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്ക് എൻട്രിക്ക് നോക്കാവുന്നതാണ്. ടാർഗറ്റ് സെക്കൻഡ് ട്രെൻഡ് ലൈനിൻ്റെ ടച്ച് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിലിപ്പോൾ കാണാം നമുക്ക് ടാർഗറ്റ് വന്നിട്ട് 5600 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എൻട്രി വന്നിട്ട് 5100 സംതിങ്ങിലാണ് ഞാൻ എൻട്രി എടുത്തത്. സോ ഇതാണ് ട്രേഡ്. ഡെയിലിയിലെ ബേസ് ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് 15 അവർലിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. സോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, 5200 എൻട്രി എടുത്തിട്ട് ഗ്യാപ്പ് അപ്പിൽ 5600 വരെ മൂവ് ഉണ്ടായി. ഇതാണ് ബേസ് ഫോർമേഷൻ പ്ലസ് ഡബിൾ ട്രെൻഡ് ലൈൻ സെറ്റപ്പ്. നോർമലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റപ്പാണിത്. ഈസിയാണ് ആൻഡ് വലിയ റിസ്ക് ഇല്ലാത്തൊരു സെറ്റപ്പാണ്. സോ ഇങ്ങനത്തെ ചാർട്ട്സ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനത്തെ സെറ്റപ്സ് സ്പോട്ട് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെറ്റപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹാപ്പി ട്രേഡിംഗ് ടു ആൾ. സൈനിങ് ഓഫ് PK.